അപ്പോൾ വെസ്റ്റ് ബംഗാളിലും ഈസ്റ്റ് ബംഗാളിലും വരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാപിറ്റൽ ഏതാണ്, അപ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റൽ കൊൽക്കത്തയാണ്, കൊൽക്കത്തയല്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ പോയിന്റുകൾ ക്ലിയർ ആണേ. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ ശേഷം, ഞാൻ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വായിച്ചോളൂ, ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. നമസ്കാരം, സഹ റൈസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള PSCയുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് സഹാരി നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ INC എന്ന് പറയുന്നൊരു ടോപ്പിക്ക് വിശദമായിട്ട് പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ കണ്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫുള്ള് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പുതിയ PSCയുടെ പരിഷ്കരിച്ച രീതി പ്രകാരം ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ ദ സ്വദേശി മൂവ്മെൻറ്റ്. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ INCയുടെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു പ്രധാന സംഭവമാണ് സ്വദേശി മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആര് എന്നൊരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നമുക്ക് പിന്നീട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ബംഗാൾ വിഭജനം നടന്ന സമയത്തെ വൈസ്രോയ് ആരാണ്? PSC മുൻപ് ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മറ്റ് ചില പ്രീവിയസ് ക്വസ്റ്റ്യനൂടെ നോക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ ട്രൂ ഇൻ റിലേഷൻ ടു ഇവൻ ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കി വയ്ക്കുക. ഈ ഒരു മേഖലയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ ശേഷം, ഞാൻ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വായിച്ചോളൂ, ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം, ഈ ടോപ്പിക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞ ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഭാഗം എടുത്തൊന്ന് പൗസ് ചെയ്ത് വെച്ചിട്ട് ആൻസറുകൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ ഈ ക്ലാസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമുണ്ടായോ, അല്ലെങ്കിൽ ഇതിനകത്തു നിന്നുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് തന്നെ സ്വയം ഒന്ന് നോക്കുക. ഓക്കെ, എല്ലാത്തിൻ്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സ്വദേശി മൂവ്മെൻറ്റ് 1905 സ്വദേശി മൂവ്മെൻറ്റ് നടക്കുന്നത്. നോക്കിക്കേ, ദ സ്വദേശി മൂവ്മെൻറ്റ് വാസ് എ മേജർ ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, ഇതൊരു ആൻറ്റി കൊളോണിയൽ മൂവ്മെൻ്റ് ആയിരുന്നു. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ട് PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ചോദിക്കാം, ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായിരുന്നു അല്ലെങ്കിൽ ഒരു സമരമായിരുന്നു എന്ന് പറയുന്നത്. സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ബിഗാൻ ഇൻ 1905 1905. അപ്പോൾ ഓരോ പോയിൻ്റായിട്ട് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കാം, നിങ്ങൾ കറക്റ്റ് ആ പോയിന്റ് ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. ആസ് ഡയറക്റ്റ് റെസ്പോൺസ് ടു ദ ബ്രിട്ടീഷ് ഡിസിഷൻ ടു പാർട്ടീഷൻ ബംഗാൾ. ഓക്കെ, direct decision to partition Bengal, its officially launched was announced on 1905 August 7 in Kolkata. ഒന്നുമില്ല, സ്വദേശി മൂവ്മെൻറ്റ് തുടങ്ങിയത് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്തിനു തീരുമാനിച്ചു? ബംഗാളിനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ബംഗാളിനെ വിഭജിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇതിനെതിരെയായിട്ട് ഉയർന്നു വന്ന ഒരു ബഹുജന സമരമാണ് സ്വദേശി മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഇതിനെതിരെ ഉണ്ടായ ഒരു ആൻറ്റി കൊളോണിയൽ മൂവ്മെൻ്റ് ആണ് സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് തുടങ്ങിയത് ബംഗാളിലെ കൊൽക്കത്തയിലാണ്. തുടങ്ങിയ വർഷം 1905 ഓഗസ്റ്റ് 7. ഇത്രയും പോയിന്റുകളാണ് ഇവിടെ ഓർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് സ്ലൈഡ് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഇത് എന്ത് മൂവ്മെൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഒരു ആൻറ്റി കൊളോണിയൽ മൂവ്മെൻ്റ് ആണ്, ഒരു സാമ്രാജ്യത്വ വിരുദ്ധ ശക്തിയാണ്. ഇത് തുടങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1905 ബ്രിട്ടീഷ് ഗവൺമെൻറ് ബംഗാൾ പാർട്ടീഷൻ ചെയ്യുന്നു, ബംഗാളിനെ വിഭജിക്കുന്നു. അപ്പോൾ ഈ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ഉയർന്നു വന്ന ഒരു സമര രീതിയാണ് സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായി നടന്നത് 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിലാണ്. ക്ലിയർ അല്ലേ? എല്ലാ പോയിന്റുകളും ക്ലിയർ അല്ലേ? പോയിന്റുകളൊക്കെ മനസ്സിൽ ഭദ്രമായിട്ട് വെച്ചേക്കുക. അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. അടുത്തത് നമ്മൾ നോക്കുക, ദ കോർ ഫിലോസഫി ഓഫ് ദ മൂവ്മെൻറ്റ് വാസ് സെൽഫ് റിലയൻസ്, പ്രൊമോട്ടിംഗ് ദ യൂസ് ഓഫ് ഇൻഡിജീനിയസ് ഗുഡ്സ് ആൻഡ് ബോയ്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്. ഈ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കോർ ഫിലോസഫി, ഇവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ്, സ്വയം ഭരണം നേടുക,
സെൽഫ് റിലയൻസ്, സ്വയമായിട്ട് എന്ത് ചെയ്യുക, സ്വയം ഭരണം നേടുക. അതൊന്നാമത്തെ ഒരു മോട്ടീവാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു കോറാണ്. അടുത്തത് പ്രൊമോട്ടിങ് ദ യൂസ് ഓഫ് ഇൻഡിജീനിയസ് ഗുഡ്സ്. സ്വദേശി വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ബ്രിട്ടീഷുകാരുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് സ്വദേശി വസ്തുക്കൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഉപയോഗിക്കുക. ആൻഡ് ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്. ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്, ഫോറിൻ വസ്തുക്കൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക. അപ്പോൾ ഇതായിരുന്നു ദ കോർ ഫിലോസഫി ഓഫ് ദ മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ കോർ ഫിലോസഫി, അല്ലെങ്കിൽ പ്രധാനമായിട്ടും സ്വദേശി മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ച ആശയങ്ങളെന്ന് പറയുന്നത് സെൽഫ് റിലയൻസ്, പ്രൊമോട്ടിംഗ് ദ യൂസ് ഓഫ് ഇൻഡിജീനിയസ് ഗുഡ്സ് ആൻഡ് ബോയ്ക്കോട്ട് ദ ഫോറിൻ പ്രൊഡക്ട്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രിട്ടീഷുകാരെ പൂർണ്ണമായിട്ടും ബോയ്ക്കോട്ട് ചെയ്യുക എന്നൊരു ലക്ഷ്യം സ്വദേശി മൂവ്മെൻറ്റിന് ഇല്ലായിരുന്നു. സ്വദേശി മൂവ്മെൻറ്റ് എന്നല്ല, നിലവിൽ നമ്മൾ INC ഒക്കെ പഠിച്ചതാണ്, ഒരു സ്ഥലത്തും ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നൊരു എയിം ഈ ഒരു സമയത്തൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ INCയുടെ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കളുടെ മനസ്സിലില്ല. അവരുടെ കണ്ണിൽ അവർ കണ്ടതെന്ന് പറഞ്ഞാൽ ബംഗാളിനെ വിഭജിച്ചു. അപ്പോൾ അതിനെതിരായിട്ട് എന്ത് ചെയ്തു, ഒരു പ്രക്ഷോഭം ഉണ്ടായി. ആ പ്രക്ഷോഭത്തിൽ അവർ പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വിദേശ വസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നില്ല, പകരം സ്വദേശി വസ്തുക്കൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു, വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇത് ശരിക്കും ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, അവർ ബ്രിട്ടീഷിൻ്റെ ഗുഡ്സ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ബോയ്ക്കോട്ട് ചെയ്തിട്ടുള്ളൂ. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവർ കൊണ്ടുവന്ന പുതിയ ഒരുപാട് സാങ്കേതിക മികവുള്ള സംവിധാനങ്ങളുണ്ട്, ഇതിനെ ഒന്നും മൊത്തമായും ബഹിഷ്കരിച്ചില്ല. അപ്പോൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ച് വയ്ക്കരുത്. അപ്പോൾ അവർ പ്രൊമോട്ടിംഗ് ദ യൂസ് ഓഫ് ഇൻഡിജീനിയസ് ഗുഡ്സ്, നമ്മുടെ സ്വദേശ വസ്തുക്കൾ കൂടുതലായിട്ട് എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. ആൻഡ് ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്, ഫോറിൻ പ്രൊഡക്റ്റുകൾ, വിദേശ വസ്തുക്കളെ ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോറെന്ന് പറയുന്നത്, കോർ ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെയാണ്, ക്ലിയർ ആണേ? ഇതാ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, കോസ് ആൻഡ് എഫക്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വലിയ പ്രക്ഷോഭം അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നതിന് കാരണമായത് ബംഗാളിൻ്റെ വിഭജനമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാൾ വിഭജനത്തെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ്, അതിൻ്റെ കാരണങ്ങളും അതുമൂലമുണ്ടായ മറ്റു ചില കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കുക, ദ പാർട്ടീഷൻ വാസ് എ ക്ലാസ് എക്സാമ്പിൾ ഓഫ് ബ്രിട്ടീഷ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു നയമാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ബ്രിട്ടീഷുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, ഇന്ത്യക്കാർ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഈ ബംഗാൾ മേഖലയാണ്, ബംഗാളിലുള്ള ആളുകൾ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരുടെ പല കാര്യങ്ങളും പല പദ്ധതികളും പൊളിഞ്ഞ് തകർന്നു പോകുമെന്ന് വളരെ വ്യക്തമായ ധാരണ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. അതായത് എന്ത് ചെയ്യുക, ഇന്ത്യക്കാരെ വിഭജിക്കുക, ഇന്ത്യക്കാരുടെ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വിഭജിച്ച് എന്ത് ചെയ്യുക, ഭരിക്കുക, 2 തട്ടായിട്ട് ഭരിക്കുക. അപ്പോൾ ഇത് മാസ്റ്റർമൈൻഡ് ചെയ്ത വ്യക്തിയാണ് ലോർഡ് കഴ്സൺ. ഓക്കെ, അപ്പോൾ ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിക്ക് നല്ലൊരു ഉദാഹരണമാണ്. ഇത് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈ ഒരു ആശയം നടപ്പിലാക്കിയ വ്യക്തിയാണ് ലോർഡ് കഴ്സൺ എന്ന് പറയുന്നത്. 2 കാര്യങ്ങൾ, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓർത്ത് വെച്ചിരിക്കുക, ഇത് നടപ്പിലാക്കിയത് ലോർഡ് കഴ്സൺ ആണ് എന്ന കാര്യവും കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നോക്കുക, ബ്രിട്ടീഷ് റാഷണൽ vs ദ റിയൽ മോട്ടീവ്. ബ്രിട്ടീഷുകാർ എന്തിനാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പദ്ധതി കൊണ്ടുവന്നത്, എന്നിട്ട് അവർ അത് തന്നെയാണോ ഇന്ത്യക്കാരോട് പറഞ്ഞത്? അവർ ഇപ്പോൾ നിങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ ചെയ്യാൻ പോവുകയാണ്, നിങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബംഗാളിനെ വിഭജിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്, ബംഗാളിനെ വിഭജിച്ചത്. ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ഇൻറ്റൻഷൻ അതായിരുന്നു, അല്ലെങ്കിൽ അവരുടെ റിയൽ മോട്ടീവ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ആ ഒരു പരിപാടി നടപ്പിലാക്കുക എന്നതായിരുന്നു. എങ്കിലും ഇന്ത്യക്കാരുടെ അവർ പറഞ്ഞതല്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൺ ജൂലൈ 20, 1905, 1905 ജൂലൈ 20 ലോർഡ് കഴ്സൺ അനൗൺസ്ഡ് ദ ഡിവിഷൻ ഓഫ് ബംഗാൾ. ലോർഡ് കഴ്സൺ എന്ത് ചെയ്യുന്നു, ബംഗാളിൻ്റെ ഡിവിഷനെ പറ്റി പറയുന്നു. ക്ലെയിമിങ് ഇറ്റ് വാസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. അവിടെയാണ് നമ്മുടെ കളിയിരിക്കുന്നത്. ക്ലൈമിങ് ഇറ്റ് വാസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, ഭരണകാര്യങ്ങൾ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബംഗാളിനെ വിഭജിക്കാൻ പോകുന്നു എന്ന് 1905 ജൂലൈ 20 ലോർഡ് കഴ്സൺ അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന് വർഷം, മാസം, തീയതി. ബംഗാൾ വിഭജനം അനൗൺസ് ചെയ്ത വർഷം 1905. നമുക്ക് ഈസി ആയിട്ട് കിട്ടും, ഡേറ്റ് മാത്രം ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ജൂലൈ 20 ഓക്കെ, ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യനായിട്ട് തന്നെ നിങ്ങൾ കാണണം കേട്ടോ. നമ്മുടെ PSC എക്സാം പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഈ സ്ലൈഡ് കാണുന്ന പോലെയാണോ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ? നിങ്ങൾക്കറിയാം, നമ്മൾ എക്സാം എഴുതിയിട്ടുള്ളവരാണ്. അപ്പോൾ ആ ഒരു
ക്വസ്റ്റ്യൻ്റെ പേപ്പറിൽ ഇതാ നമ്മൾ ഈ ഒരു സാധനം ക്വസ്റ്റ്യനായിട്ട് വരുന്നത് പോലെ ചിന്തിച്ച് എന്ത് ചെയ്യുക, ക്ലാസ് കാണാം. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലിരിക്കും. അപ്പോൾ ഇത് അനൗൺസ് ചെയ്ത വ്യക്തിയുടെ പേര് ലോർഡ് കഴ്സൺ. ലോർഡ് കഴ്സൺ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോർഡ് കഴ്സൺ ആണ്. അദ്ദേഹം എന്ത് പറഞ്ഞാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭരണ മികവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അഡ്മിനിസ്ട്രേഷൻസ് കുറച്ചും കൂടി മികവുറ്റതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബംഗാളിനെ വിഭജിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ ബംഗാളിനെ വിഭജിച്ചത്. പക്ഷേ അവരുടെ യഥാർത്ഥ ഇൻറ്റൻഷൻ അതായിരുന്നില്ല. ദ റിയൽ ഗോൾ വാസ് ടു വീക്കൻ ബംഗാൾ, വിച്ച് വാസ് ദ നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ബൈ splitting its population along religious line and breaking Hindu-Muslim unity. സിമ്പിൾ കാര്യമാണ് കേട്ടോ, വലിയൊരു സെൻറ്റൻസ് ആയിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടെങ്കിലും വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അവരുടെ യഥാർത്ഥ ഗോളെന്ന് പറയുന്നത് എന്തിനായിരുന്നു? ടു വീക്കൻ ബംഗാൾ, ബംഗാളിനെ ശക്തി കുറയ്ക്കുക, ബംഗാളിനെ കുറച്ചും കൂടി വീക്കാക്കുക. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർക്ക് നന്നായിട്ട് അറിയാം ഈ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബ്രിട്ടീഷുകാർ ചെയ്യുന്ന പല പരിപാടികൾക്കെതിരെയും ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ബംഗാളിനെയാണ് നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ചോദ്യമാണ്. നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ദേശീയ സമരങ്ങളുടെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാളാണ്. കാര്യം നമ്മൾ പഠിക്കുന്ന ഒട്ടുമിക്ക പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബംഗാളിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ കൂടുതലായിട്ട് നടക്കാൻ ചാൻസ് ബംഗാളിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് ബംഗാളിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബംഗാൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ കൂടുതൽ സ്ട്രോങ് ആണ്. ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള കലാപങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അവരിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല ശക്തരായിട്ട് നിൽക്കാനും ബംഗാളിന് പറ്റും. അപ്പോൾ ബംഗാളിൻ്റെ ശക്തി കുറയ്ക്കുക, ബംഗാളിനെ വീക്കാക്കുക, അതായിരുന്നു നമ്മുടെ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ഇൻറ്റൻഷൻ. അവർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് എന്നാണെങ്കിലും അവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ബംഗാളിനെ വീക്കൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. എങ്ങനെ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബൈ സ്പ്ലിറ്റിംഗ് ഇറ്റ്സ് പോപ്പുലേഷൻ, അവരുടെ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു എലോങ് റിലീജിയസ് ലൈൻ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള വലിയൊരു പോപ്പുലേഷൻ ഓഫ് ആളുകളെ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ആക്കുന്നു. ആൻഡ് ബ്രേക്കിംഗ് ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം തകർക്കുക. അതായത് ഒരുപാട് പോപ്പുലേഷനുണ്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഒരുപാട് പോപ്പുലേഷനുള്ള, ഒരുപാട് ദേശീയ നേതാക്കളുള്ള, സ്വാഭാവികമായിട്ടും ശക്തി കൂടുതലായിട്ടുള്ളൊരു പ്രദേശമാണ് ബംഗാൾ. ഈ ബംഗാളിൻ്റെ ഹിന്ദു മുസ്ലിം യൂണിറ്റി തകർക്കണം, അവരെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കണം. അങ്ങനെ വിഭജിച്ച ബംഗാളിൻ്റെ ശക്തി കുറയ്ക്കുക. അങ്ങനെ ശക്തി കുറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബ്രിട്ടീഷുകാരുടെ പല നയങ്ങളും അവിടെ നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബംഗാളിനെ വീക്കൺ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ബംഗാൾ പാർട്ടീഷൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. നോക്കുക, അത് കഴിഞ്ഞിട്ട് പറയുന്നത് ആസ് ദ ഹോം സെക്രട്ടറി H.H. റെസ്ലി നോട്ടഡ് ഇൻ 1904, എ യുണൈറ്റഡ് ബംഗാൾ ഈസ് എ സ്ട്രെങ്ത്, ഇഫ് ദ ബംഗാൾ ഈസ് ഡിവൈഡഡ് ഇറ്റ്സ് സ്ട്രെങ്ത് വിൽ ബി ഡിമിനിഷ്ഡ്. നല്ലൊരു പോയിൻ്റാണ്. ഇത് നടക്കുന്ന സമയത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് H.H. റൈസ്ലി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. യുണൈറ്റഡ് ബംഗാൾ ഈസ് എ സ്ട്രെങ്ത്, ഒന്നിച്ച് നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ഇഫ് ദ ബംഗാൾ ഈസ് ഡിവൈഡഡ്, ബംഗാളിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സ്ട്രെങ്ത് വിൽ ബി ഡിമിനിഷ്ഡ്, ഇതിൻ്റെ സ്ട്രെങ്ത്, ഇതിൻ്റെ ശക്തി കുറയും എന്ന് പറഞ്ഞ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ പറയുക അത് H.H. റൈസ്ലിയാണ്. അദ്ദേഹം ബംഗാൾ പാർട്ടീഷൻ നടക്കുന്ന സമയത്തെ ഹോം സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ പോയിന്റ് മറക്കരുത്. ഇപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ പറഞ്ഞതാരാണ്, എന്താണ് യുണൈറ്റഡ് ബംഗാൾ ഈസ് എ സ്ട്രെങ്ത്, ഒന്നിച്ച് നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിൻ്റെ ശക്തി കുറയ്ക്കണമെങ്കിൽ ബംഗാളിനെ വിഭജിച്ചാൽ മതി, അല്ലെങ്കിൽ ബംഗാളിനെ വിഭജിച്ചാൽ അതിൻ്റെ ശക്തി കുറയുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് H.H. റൈസ്ലി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ബംഗാളിനെ വീക്കൺ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഒക്കെയാണ്, ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അവരുടെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്താണെന്ന്, വീക്ക് ബംഗാൾ. അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എന്തിനാണ് ബംഗാളിനെ വീക്കാക്കുന്നത്, കാരണം അതാണ് എന്തെന്നറിയപ്പെടുന്നത് നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. അതും ഈസി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് അവർ എന്താ ചെയ്തത്, സ്പ്ലിറ്റിംഗ് ദ പോപ്പുലേഷൻ എലോങ് റിലീജിയസ് ലൈൻ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, പോപ്പുലേഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൻഡ് ഡിസ്ട്രോയ് എന്ത് ചെയ്യുന്നു, ബ്രേക്കിംഗ് ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ തകർക്കുന്നു. ഓക്കെ, അതപ്പോൾ ഈ ഒന്നിച്ച് നിൽക്കുന്ന ബംഗാൾ ഒരു വലിയ ശക്തിയാണ് എന്ന് ആദ്യമായിട്ടൊന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പ്രതിപാദിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആ സമയത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന H.H. റൈസ്ലിയാണ്. അദ്ദേഹം അത് പറഞ്ഞ വർഷം 1904.
1904 അതായത് ബംഗാൾ വിഭജനം നടക്കുന്നതിന് തൊട്ട് ഒരു വർഷം മുമ്പേ ഇയാൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, യുണൈറ്റഡ് ബംഗാൾ ഈസ് എ സ്ട്രെങ്ത്. അത് നല്ലൊരു പോയിൻ്റാണ് കേട്ടോ. ബംഗാൾ വിഭജനത്തെ പറ്റിയും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വദേശി മൂവ്മെൻറ്റിനെ പറ്റിയൊക്കെ ഒരുപാട് പ്രസ്താവനകൾ ഈ സമയത്ത് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അതൊരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഇങ്ങനെ പറഞ്ഞത് ആരാണ്, അല്ലെങ്കിൽ ഈ അഭിപ്രായം ആരുടേതാണ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ എന്തായാലും യുണൈറ്റഡ് ബംഗാൾ ഈസ് എ സ്ട്രെങ്ത്. ഇഫ് ബംഗാൾ ഈസ് ഡിവൈഡഡ് ഇറ്റ് സ്ട്രെങ്ത് വിൽ ബി ഡിമിനിഷ്ഡ്. ബംഗാൾ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു വലിയ ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ അതിൻ്റെ ശക്തി നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ശക്തി നഷ്ടപ്പെടും എന്ന് പറഞ്ഞ വ്യക്തി H.H. റൈസ്ലി ആണ്. ഓക്കെ, അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്തെ ഹോം സെക്രട്ടറി ആയിരുന്നു. ഓക്കെ ആണേ, ക്ലിയർ ആണേ? പോയിന്റുകൾ ക്ലിയറായിട്ട് മനസ്സിലാക്കി പോവുക. ഓക്കെ ആണേ, ശരി. നോക്കുക, ദ ഡിവിഷൻ, ബംഗാൾ വിഭജനത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദ പാർട്ടീഷൻ കം ഇൻ ടു എഫക്റ്റ് ഓൺ October 60, 1905. 1905 ഒക്ടോബർ 16 പാർട്ടീഷൻ നിലവിൽ വന്നത്. പാർട്ടീഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ജൂലൈ 20 പക്ഷേ കറക്റ്റായിട്ട് നിലവിൽ വരുന്നത് ഒക്ടോബർ 16. ഓക്കെ, എങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളായിട്ടും ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബംഗാളിനെ വെസ്റ്റ് ബംഗാളെന്നും ഈസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളെന്നും കിഴക്കൻ ബംഗാളെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനകത്ത് വെസ്റ്റ് ബംഗാളിനകത്ത് ഒരു ഹിന്ദു മെജോറിറ്റി റീജിയൻ ആയിട്ടാണ് വെസ്റ്റ് ബംഗാളിനെ അവർ എന്ത് ചെയ്യുന്നത്, പാർട്ടീഷൻ ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് അവിടെ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടുന്നു, ഒഡീഷ ഉൾപ്പെടുന്നു, ബീഹാർ ഉൾപ്പെടുന്നു, വിത്ത് ക്യാപിറ്റൽ കൊൽക്കത്ത. അതിൻ്റെ ക്യാപിറ്റൽ കൊൽക്കത്തയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ വെസ്റ്റ് ബംഗാളായിട്ടും ഈസ്റ്റ് ബംഗാളായിട്ടും ഡിവൈഡ് ചെയ്യുന്നു. വെസ്റ്റ് ബംഗാളിൽ എന്തൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളുണ്ട്, ഒഡീഷയുണ്ട്, ബീഹാറുണ്ട്, അതുപോലെ കൽക്കത്തയുണ്ട്. കൽക്കത്തയാണ് എന്തിൻ്റെ ക്യാപിറ്റൽ? വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ നമ്മുടെ ബംഗാളിൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? അത് കൽക്കത്തയാണ്. ഈ കൽക്കത്തയെ വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ട് ഇത് വെസ്റ്റ് ബംഗാളിൻ്റെ മാത്രം ക്യാപിറ്റലാക്കി. എന്നിട്ട് ഈസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ് വേറൊരു ഭാഗവും കൂടി ഉണ്ടാക്കി. അതൊരു മുസ്ലിം മെജോറിറ്റി റീജിയനായി ഈസ്റ്റ് ബംഗാളിനെ മാറ്റി. അവിടെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളുണ്ട്, ആസാം, അതുപോലെ ധാക്കയായിരുന്നു ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ആസാമുണ്ട്, ധാക്കയുണ്ട്, ക്യാപിറ്റൽ ധാക്കയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, ബംഗാൾ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, അതിൻ്റെ ക്യാപിറ്റൽ കൊൽക്കത്തയാണ്. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇതിനെ വെസ്റ്റ് ബംഗാളെന്നും ഈസ്റ്റ് ബംഗാളെന്നും രണ്ടാക്കി മാറ്റി. വെസ്റ്റ് ബംഗാൾ ഒരു ഹിന്ദു മെജോറിറ്റി റീജിയനാണ്. അവിടെ ഒഡീഷ, ബീഹാർ, അതുപോലെ വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ, വെസ്റ്റ് ബംഗാൾ പ്രത്യേകിച്ച് പഠിച്ചു വയ്ക്കേണ്ട. ഓക്കെ, ഒഡീഷയും ബീഹാറും ഉണ്ട്. അതിൻ്റെ ക്യാപിറ്റൽ കൽക്കത്തയാണ്. അതായത് മുമ്പത്തെ ബംഗാളിൻ്റെ ക്യാപിറ്റലിനെ ഈ വെസ്റ്റ് ബംഗാളിൻ്റെ മാത്രം ക്യാപിറ്റലാക്കി. മുസ്ലിങ്ങൾക്ക് ഒരു മെജോറിറ്റി പ്രദേശം കൊടുത്തുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്ഥലമായിട്ട് മാറ്റി. അവിടെ ആസാം ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ധാക്കയായിരുന്നു. ഓക്കെയാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലും ഈസ്റ്റ് ബംഗാളിലും വരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? അപ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റൽ കൊൽക്കത്തയല്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ പോയിന്റുകൾ ക്ലിയർ ആണേ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കാര്യം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പഴയ രീതിയൊക്കെ മാറി. ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലല്ല നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അങ്ങനെ പഠിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാനും പറ്റില്ല ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞൊരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ബാക്കി ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നതാണ്. എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ആ ഒരു പഴയ രീതി, ചോദ്യം ഉത്തരം ആ രീതിയിലൊന്നും നമുക്കിനി PSC എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നല്ല രീതിയിൽ ഡീപ്പായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കും എന്ന് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഉയർന്ന റാങ്കുകളിലേക്ക് എത്താനായിട്ട് പറ്റൂ. ഓക്കെ, ഇതാ നമ്മൾ ബാക്കി പഠിക്കാൻ പോകുന്നു. നാഷണലിസ്റ്റ് റെസ്പോൺസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. ഇതിനെതിരെ നടന്ന പ്രൊട്ടസ്റ്റുകളും ദേശീയ പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കൊള്ളുക. ദ പാർട്ടീഷൻ വാസ് മെറ്റ് വിത്ത് വിസ്പേഡ് ആൻഡ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് അക്രോസ് ബംഗാൾ ആൻഡ് ഇന്ത്യ. അപ്പോൾ ഈ പാർട്ടീഷനെതിരെ, ബംഗാൾ വിഭജനത്തിനെതിരെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈൽഡ് സ്പ്രെഡ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ്, ഇതിനെതിരെ വ്യാപകമായിട്ട് പ്രൊട്ടസ്റ്റുകളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കാൻ വന്നു. എവിടെ? എക്രോസ് ബംഗാൾ ആൻഡ് ഇന്ത്യ. അതൊരു നല്ല പോയിന്റാണ് കേട്ടോ. ബംഗാളിൽ മാത്രമാണോ നടന്നത്? അല്ല, എക്രോസ് ബംഗാൾ ആൻഡ് ഇന്ത്യ. ഇന്ത്യയിലും ബംഗാളിലും ഇന്ത്യയിലുടനീളവും പല പ്രദേശങ്ങളിലും നിന്ന് നടന്നു. ഈ പറയുന്ന ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ വളരെ വ്യാപകമായിട്ട് തന്നെ നടക്കുകയുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കുക. മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്. പ്രൊട്ടസ്റ്റിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ദ പ്രൈമറി സ്ലോഗൻ വാസ് യൂസ് ഇൻഡിജീനിയസ് പ്രൊഡക്റ്റ് ആൻഡ് ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്റ്റ്. ഇവരുടെ പ്രൈമറി സ്ലോഗൻ, പ്രധാനമായിട്ട് മുമ്പോട്ട് വെച്ച ഒരു
സ്ലോഗൻ എന്ന് പറയുന്നത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, സ്വദേശ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. യൂസ് ഇൻഡിജീനിയസ് പ്രൊഡക്ട്സ്, സ്വദേശ വസ്തുക്കൾ ഉപയോഗിക്കുക, ആൻഡ് ബോയ്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്, വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു സ്വദേശി മൂവ്മെൻറ്റിൽ ഉണ്ടായിട്ട് വന്ന പ്രൈമറി സ്ലോഗൻ. ഈ സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എന്തിനെതിരെ ഉണ്ടായിട്ട് വന്ന ഒരു പ്രൊട്ടസ്റ്റാണ്, നമ്മുടെ പാർട്ടീഷൻ ഓഫ് ബംഗാളിന് എതിരായിട്ടുണ്ടായിട്ട് വന്നൊരു പ്രൊട്ടസ്റ്റാണ്. അതിനെയാണ് നമ്മൾ സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് പഠിക്കുന്നത്. ശരിക്കും നമ്മൾ എന്തിൻ്റെ പ്രൈമറി സ്ലോഗനാണിത്? സ്വദേശി മൂവ്മെൻറ്റിൻ്റെ പ്രൈമറി സ്ലോഗൻ തന്നെയാണ്. ഓക്കെ, ദ സ്ലോഗൻ വന്ദേ മാതരം ആൾസോ ബിക്കം ദ റാലിയിങ് ക്രൈ. വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു സ്ലോഗനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ സ്വദേശി കാലഘട്ടത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈമറി സ്ലോഗൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മേൽ പറഞ്ഞതാണ്. എന്താണ്? വിദേശ വസ്തുക്കളെ കൂടുതലായിട്ട് ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കൾ ഉപയോഗിക്കുക, സ്വദേശ വസ്തുക്കൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു. അതുപോലെ വന്ദേ മാതരം എന്ന് പറയുന്നൊരു സ്ലോഗൻ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഷോപ്പ് സെല്ലിംഗ് ഫോറിൻ ഗുഡ്സ് വെയർ ബ്ലോക്കഡ്. എന്ത് ചെയ്യുന്നു? ആ ഫോറിൻ വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകളേക്ക് അവർ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇവരുടെ പ്രൊട്ടസ്റ്റിൻ്റെ രീതിയാണ് എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം പഠിച്ചതാണ്, സ്വദേശ വസ്തുക്കളെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുന്നു എന്നൊരു സ്ലോഗൻ അവർ പ്രൈമറി സ്ലോഗനായിട്ട് ഉയർത്തിക്കാട്ടി. കൂടാതെ വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു സ്ലോഗനും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സ്ലോഗനാണ്. അതുപോലെ എന്ത് ചെയ്തു? ഈസി പോയിന്റ്സ് ആണല്ലേ. ഷോപ്പ് സെല്ലിംഗ് ഫോറിൻ ഗുഡ്സ് വെയർ ബ്ലോക്കഡ്, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പിനെ അവരെന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കാൻ തുടങ്ങി, ബ്ലോക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അതുപോലെ ഫോറിൻ ക്ലോത്ത്സ് വെയർ പബ്ലിക്ലി ബ്ലാൻഡഡ്. ഫോറിൻ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു? പബ്ലിക്കായിട്ട് ബേൺ ചെയ്ത് കളഞ്ഞു, കത്തിച്ച് കളഞ്ഞു. ഫോറിൻ ക്ലോത്ത്സ് വെയർ പബ്ലിക്ലി ബാൻഡഡ്. ഓക്കെ, ഫോറിൻ ക്ലോത്ത്സ് അവരുടെ പ്രൊട്ടസ്റ്റിൻ്റെ രീതിയാണ്. എങ്ങനെയൊക്കെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോറിൻ ഗുഡ്സ് എന്ത് ചെയ്തു? ഫോറിൻ ഗുഡ്സും ക്ലോത്തുകളും ഒക്കെ പബ്ലിക്കായിട്ട് കത്തിച്ചു കളഞ്ഞു. കൂടാതെ ദ യൂസ് ഓഫ് ഇൻഡിജീനിയസ് പ്രൊഡക്റ്റ് വാസ് ഹെവിലി എൻകറേജ്ഡ്. സ്വദേശ വസ്തുക്കൾ, ഇൻഡിജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്വദേശ വസ്തുക്കൾ എന്നാണ്. ഈ സ്വദേശ വസ്തുക്കളുടെ ഉപയോഗത്തെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തു, എൻകറേജ് ചെയ്തു. അതിനൊരു വലിയ ഉദാഹരണമാണ് ജാഗരി വാസ് പ്രൊമോട്ടഡ് ആസ് ആൻ അൾട്ടർനേറ്റീവ് ടു ഫോറിൻ മെയ്ഡ് ഷുഗർ. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് എന്തിനുദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാപകമായി സ്വദേശ വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടി ഈ സ്വദേശി മൂവ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് അതിനെയൊക്കെ വല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വലിയ ഉദാഹരണമാണ് നമ്മുടെ ശർക്കര എന്ത് ചെയ്യുന്നു? വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അത് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമായിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായി ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഇത് എന്തിനു ഉദാഹരണമാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രൊട്ടസ്റ്റുകളിൽ ശരിയായതേത് അല്ലെങ്കിൽ ശരിയല്ലാത്തതേത്? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ടോപ്പിക്കൊക്കെ പഠിക്കാത്ത ഒരാൾ അല്ലെങ്കിൽ ഇത്രയും ഡീപ്പായിട്ട് ഇത് മനസ്സിലാക്കാത്ത ഒരാൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നു, ശർക്കര എന്ത് ചെയ്യുന്നു? ഫോറിൻ മെയ്ഡ് ഷുഗറിന് പകരം ഉപയോഗിക്കുന്നു. പെട്ടെന്ന് ചിലപ്പോൾ അത് എഴുതണമെന്നില്ല. പിന്നെ സ്വദേശി മൂവ്മെൻ്റ് ഇടയിലല്ലേ ശർക്കര, അത് തെറ്റാണെന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാം. വർക്ക് ചെയ്യാത്ത ഒരാൾ, പൂർണ്ണമായിട്ടും പഠിക്കാത്ത ഒരാൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കുക. അടുത്തത് ലാർജ് സ്കെയിൽ ഡെമോൺസ്ട്രേഷൻ ആൻഡ് പബ്ലിക് മീറ്റിംഗ് ഓർഗനൈസ്ഡ് ടു ഒപ്പോസ് ദ ബ്രിട്ടീഷുകാരെ എതിർക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഡെമോൺസ്ട്രേഷൻ ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ്, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ പബ്ലിക് മീറ്റിംഗ്സ്, പൊതുയോഗങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? തീരുമാനിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ നടത്താൻ തുടങ്ങി. ഇതൊക്കെയായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ബംഗാൾ പാർട്ടീഷനെതിരെയുള്ള പ്രൊട്ടസ്റ്റിൻ്റെ മെത്തേഡുകളെന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി ഒന്ന് പെട്ടെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ പറയുന്ന ബംഗാൾ പാർട്ടീഷനെതിരായിട്ടുണ്ടായിട്ട് വന്ന നാഷണൽ റെസ്പോൺസും പ്രൊട്ടസ്റ്റിനെയൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് രാജ്യമൊട്ടാകെ, ബംഗാളിലും അതുപോലെ ഇന്ത്യയിലുടനീളവും എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ രീതിയിലുള്ള ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട മെത്തേഡെന്ന് പറയുന്നത്, അവരുടെ പ്രധാനപ്പെട്ട സ്ലോഗൻസ് രണ്ടെണ്ണം പഠിക്കണം. ഒന്ന്, യൂസ് ഇൻഡിജീനിയസ് പ്രൊഡക്റ്റ് ആൻഡ് ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്, അല്ലേ? ഇൻഡിജീനിയസ് പ്രൊഡക്റ്റുകളെ ഉപയോഗിക്കുക, ഫോറിൻ പ്രൊഡക്റ്റിനെ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ലോഗൻ അവർ പ്രൈമറി സ്ലോഗനായിട്ട് ഉയർത്തിപ്പിടിച്ചു. കൂടാതെ വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു സ്ലോഗനും എന്ത് ചെയ്തു? ഈ സമയത്ത് ഉപയോഗിച്ചു വന്നൊരു സ്ലോഗനാണ്. അതുപോലെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് വിദേശ വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ അവർ ബ്ലോക്ക് ചെയ്തു. കൂടാതെ ഫോറിൻ ക്ലോത്ത്സ് വെയർ പബ്ലിക്ലി ബാൻഡഡ്, വിദേശ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു? പബ്ലിക്കായിട്ട് കത്തിച്ചു കളഞ്ഞു. അതുപോലെ ഇൻഡിജീനിയസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തു. ഒരു വലിയൊരു ഉദാഹരണമാണെന്ന് പറയുന്നത് നമ്മുടെ ശർക്കര എന്തിനു പകരം ഉപയോഗിച്ചു? നമ്മുടെ ഫോറിൻ മെയ്ഡ് ഷുഗറിന് പകരം ശർക്കര ഉപയോഗിച്ചു. ഓക്കെ, അതുപോലെ ലാർജ് സ്കെയിൽ ഡെമോൺസ്ട്രേഷൻ ആൻഡ് പബ്ലിക് മീറ്റിംഗ് വെയർ ഓർഗനൈസ്ഡ് ടു ഒപ്പോസ് ദ ബ്രിട്ടീഷുകാരെ തടയുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള
പ്രക്ഷോഭങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, നടപ്പാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പരിപാടികളെന്ന് പറയുന്നത്. അടുത്ത് നോക്കുക, സിംബോളിക് യൂണിറ്റി. ദ ഡേ ഓഫ് പാർട്ടീഷൻ ടുക്ക് എഫക്റ്റ് ഓൺ October 60, 1905 was observed as National Day of Mauring. നാഷണൽ ഡേ ഓഫ് മൗറിംഗ് ആയിട്ട് ആചരിക്കുന്നത് നമ്മുടെ ബംഗാൾ വിഭജനം നടന്ന 1905 ഒക്ടോബർ 16 അപ്പോൾ 1905 ഒക്ടോബർ 16 നാഷണൽ ഡേ ഓഫ് മൗറിംഗ്, ദേശീയ ദുഃഖാചരണ ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, അപ്പോൾ ദേശീയ ദുഃഖാചരണ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെങ്കിൽ നാഷണൽ ഡേ ഓഫ് മൗറിംഗ് ആയിട്ട് ആചരിക്കുന്നത് 1905 ഒക്ടോബർ 5 എന്ന് ഓർത്തു വച്ചിരിക്കുക. ദേ നോക്കുക, ഓൺ ദ അഡ്വൈസ് ഓഫ് രവീന്ദ്രനാഥ ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഉപദേശപ്രകാരം പീപ്പിൾ ഒബ്സർവ് ദ ഡേ ആസ് രക്ഷാബന്ധൻ, ട്രൈയിങ് രാഖി ഓൺ ഈച്ച് അതേഴ്സ് റിസ്റ്റ് ആസ് എ സിംബൽ ഓഫ് അൺബ്രേക്കബിൾ യൂണിറ്റി ഓഫ് ബംഗാൾസ് പീപ്പിൾസ്. ബംഗാളിലെ ആളുകളുടെ അൺബ്രേക്കബിൾ യൂണിറ്റി, തകർക്കാൻ പറ്റാത്ത ഒരുമയെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു, അവർ രാഖി ബന്ധൻ അല്ലെങ്കിൽ രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. രാഖി ബന്ധൻ ഡേ എന്നാണ് രാഖി ബന്ധൻ ഡേ? അത് ഒക്ടോബർ 16, ബംഗാൾ വിഭജനം നടന്ന ഒക്ടോബർ 16 രാഖി ബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആരുടെ നിർദ്ദേശപ്രകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ദ അഡ്വൈസ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. അപ്പം നമ്മളവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഞാനൊന്നും സ്പെസിഫൈ ചെയ്ത് പറയാം. ഒന്ന്, ഒക്ടോബർ 16 നമ്മൾ നാഷണൽ ഡേ ഓഫ് മൗറിംഗ് ആയിട്ട് തീരുമാനിക്കുന്നു. 1905 ഒക്ടോബർ 16 ദേശീയ ദുഃഖാചരണ ദിനമായിട്ട് തീരുമാനിക്കുന്നു. അതുപോലെ ഒക്ടോബർ 16 രാഖി ബന്ധൻ ദിനമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കുന്നു. എന്തിനാണ് രാഖി ബന്ധൻ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിലെ ജനങ്ങളുടെ ഐക്യത്തെ തകർക്കാൻ പറ്റില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പരസ്പരം അവർ രാഖി ബന്ധിക്കുന്ന ഒരു ചടങ്ങ്, ഇതിനെതിരെ നമ്മളെ യൂണിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് രാഖി ബന്ധൻ ഡേ ആയിട്ട് ഒക്ടോബർ 16 ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഒക്ടോബർ 16 രാഖി ബന്ധൻ ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കാനായിട്ട് ഉപദേശിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്തത്, ഒക്ടോബർ 16 രാഖി ബന്ധൻ ഡേ ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച വ്യക്തി. ഓക്കെ, ഡ്യൂറിങ് ദിസ് പീരിയഡ് ടാഗോർ റോട്ട് ദ പോയം അമർ സോന ബംഗ്ല. അടുത്തൊരു പോയിന്റാണ്, ഈ ബംഗാൾ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു ദേശീയ ഗാനമാണ് അമർ സോന ബംഗ്ല, വിച്ച് ഈസ് നൗ ദ നാഷണൽ ആന്തം ഓഫ് ബംഗ്ലാദേശ്. ഇപ്പോൾ അത് ബംഗ്ലാദേശിൻ്റെ നാഷണൽ ആന്തമാണ്. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു ഗാനമാണ് അമർ സോന ബംഗ്ല. മറക്കരുത്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ അമർ സോന ബംഗ്ല നിലവിൽ ആരുടെ ദേശീയ ഗാനമാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണ്. ഓക്കെ, നാഷണൽ ആന്തം ഓഫ് ബംഗ്ലാദേശ് ആണ് അമർ സോന ബംഗ്ല. ഇത് ബംഗാൾ പാർട്ടീഷൻ നടത്തുന്ന സമയത്ത് ആരെഴുതിയതാണ്? രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു ദേശീയ ഗീതം ആയിരുന്നു. ആ ഒരു സമയത്ത് പ്രധാനമായിട്ട് അദ്ദേഹം എഴുതിയൊരു ഗാനമായിരുന്നത്. ഓക്കെ ആണേ. നമ്മുടെ സ്വദേശി പ്രസ്ഥാനം തീർന്നിട്ടില്ല. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.